കൂത്താട്ടുകുളം കൗൺസിലർ കലാരാജുവിന്റെ മകനെതിരായ പരാതി വ്യാജമെന്ന് പോലീസ്. CITU നേതാവിനെ കമ്പിവടി കൊണ്ട് ആക്രമിച്ചു എന്നായിരുന്നു ബാലുവിനെതിരായ പരാതി. സംഭവ സമയത്ത് ബാലു എറണാകുളത്തായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. CITU തൊഴിലാളിയായ CPM നേതാവിനെ കമ്പി വടികൊണ്ട് ആക്രമിച്ചു എന്നായിരുന്നു കൂത്താട്ടുകുളം കൗൺസിലറായ കലാരാജുവിന്റെ മകൻ ബാലുവിനെതിരായ പരാതി. ആ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ അത് വ്യാജമെന്ന് കണ്ടെത്തി പോലീസ് ആ കേസ് എഴുതി തള്ളാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബാലുവും ഒപ്പം തന്നെ കൗൺസിലറായ കലാരാജു മാതൃഭൂമി ന്യൂസിനൊപ്പം ചേർന്നുണ്ട്. ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയത്. എന്തായിരുന്നു ഇങ്ങനെ ഒരു കേസിനാസ്പദമായ സാഹചര്യം? ഞാൻ ആ സമയത്ത് എറണാകുളത്തുണ്ടായിരുന്നു. അതായത് 12 മണിക്കാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അത് ഡയറക്റ്റ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്, അമ്മയുടെ ഒരു ഇതിൽ ഡയറക്റ്റ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവർ പറയുന്നത് അന്നേ ദിവസം രാവിലെ 10:55 ഞാൻ സിബി പൗലോസ് എന്ന് പറഞ്ഞ ഒരാളെ കമ്പ്യൂട്ടർ വെച്ച് ആക്രമിച്ചെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ എറണാകുളത്തായിരുന്നു. നേരെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു അല്ലേ ചെന്നത്? ഇവിടുന്ന് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. CITU നേതാവ് നൽകിയ പരാതിയിൽ കുറച്ച് സുഹൃത്തുക്കളും ബാലുവും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പരിചയമുള്ള ആളുകളാണ് ആ പേരിൽ പറയുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആളുകൾ? ആ 2 പേരുടെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയത്തില്ല അവരാരൊക്കെയാണ്. ഇപ്പോൾ ഒരു അഭിനവ്, പിന്നെ ഒരു എമിൽ എന്ന് പറഞ്ഞ ആ പേരാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അവരാരാന്ന് അറിയത്തില്ല. നമ്മൾ മാനസികമായിട്ട് തളർത്താനും ലാഗ് ചെയ്യാനും വേണ്ടിയിട്ട്, പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 18-ാം തീയതി നടന്ന സംഭവം അതിനകത്ത് കൃത്യമായ മൊഴി ഇവർ പറയുന്ന മാറ്റി ഞാൻ പറഞ്ഞത്, പക്ഷെ ഒരിക്കലും ഇല്ല. അന്ന് പറഞ്ഞ അതേ വാക്കുകളിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ശരി, കലാരാജുവിന് എതിരായ അതിക്രമം സംബന്ധിച്ച പരാതിയുണ്ട്. അതിനിടെ മകനെതിരായ കള്ളക്കേസ് എന്നുകൂടി പോലീസ് കണ്ടെത്തുകയാണ്.